ഏതാണ്ട് 47 ലക്ഷം കുവൈറ്റി ദിനാറാണ് ഇതിനുവേണ്ടി ചിലവഴിച്ചത്. ഇപ്പോഴത്തെ 129 കോടി 25 ലക്ഷം ഇന്ത്യൻ രൂപ. 1990-ലുണ്ടായ ഗൾഫ് യുദ്ധത്തിൽ സദാം ഹുസൈൻ്റെ പട്ടാളം ഈ ടവറിന്റെ 75% നശിപ്പിച്ചിരുന്നു. Saddam Hussein's forces crossed the border into Kuwait, triggering the largest international crisis since the collapse of the Soviet Union. പിന്നീട് 1991 അവസാനത്തോടുകൂടി ഈ ടവർ പുതുക്കി വീണ്ടും പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കുവാൻ ശ്രമങ്ങൾ തുടങ്ങി. ഒടുവിൽ 1992 ഡിസംബർ 26 അന്നത്തെ ധന ആസൂത്രണ മന്ത്രി നാസർ അൽ റൗദാൻ ഔദ്യോഗികമായി ഈ ടവർ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു കൊടുത്തു. യാത്രകൾ നമുക്ക് അനുഭവങ്ങൾ മാത്രമല്ല, അറിവുകളും സമ്മാനിക്കുന്നുണ്ട്. അനുഭവങ്ങളും അറിവുകളും തേടിയുള്ള യാത്രയാണ് ഹിസ്റ്റോമീറ്ററിൻ്റെത്. സ്റ്റേ ട്യൂൺ ടു ഹിസ്റ്റോമീറ്റർ.